ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫേഷ്യലായിട്ട് വന്നതാണ് കേട്ടോ. യോഗട്ട് ഫേഷ്യലാണ്, അതായത് തൈര് വെച്ച് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്നോ, ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യണം അത്രയും തന്നെ തിളക്കം കിട്ടും, മുഖത്തിന് തിളക്കം കിട്ടുകയും അതുപോലെ പിന്നെ വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് ലാക്റ്റിക് ആസിഡ് ആണല്ലോ, അപ്പോൾ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതുപോലെ സൺ ഡാമേജ്, ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേരുമ്പോൾ നമ്മുടെ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന ടാനിങ്, കരിവാളിപ്പ് പോകുന്നതിനും പിന്നെന്താ സ്കിൻ ബ്രൈറ്റ് ആവും, പിഗ്മെൻറ്റേഷൻ കുറയുന്നതിനും എല്ലാത്തിലുപരി ഇത് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, നല്ല ടോണിംഗ് ആണ്, നല്ല നറിഷിംഗ് ആണ്. അപ്പോൾ ഈ ഫേഷ്യൽ ചെയ്ത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം നിങ്ങളിത് ചെയ്താൽ മതി. ഇനി ഒരു പ്രാവശ്യം ചെയ്താലും മതി. ഇപ്പോൾ സാധാരണ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന പാക്കുകളൊന്നും പിന്നെ ഉപയോഗിക്കേണ്ട വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് മാസത്തിൽ ഒരിക്കലോ പ്രോബ്ലം ഉള്ളവർക്ക് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ഒരു 10-15 മിനിറ്റ് എടുത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഫേസ് പാക്കും മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും മുഖം വെട്ടിത്തിളങ്ങണ ഒരു ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബ്ലീച്ച് ഇടണമല്ലോ. ബ്ലീച്ച് ഇടുമ്പോൾ ഇതിൻ്റെ യോഗട്ടിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ 1 സ്പൂൺ യോഗട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1/2 സ്പൂൺ കേട്ടോ, അധികം വേണ്ട, 1/2 സ്പൂൺ ഈസ്റ്റ് ഇട്ട് അവിടെ വെച്ചേക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മുഖത്ത് നല്ല കളർ കിട്ടും. അതുകൊണ്ട് ഇത് തീരെ ഇരുനിറക്കാർക്കും അങ്ങനെ ഉള്ളവർക്ക്, കളർ കുറഞ്ഞവരൊക്കെ, തീരെ കളറില്ലാത്തവരൊക്കെ ഇത് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർ നമ്മുടെ ഞാൻ താഴെ പറയുന്ന ഫേഷ്യൽ മസാജൊക്കെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താ, സ്ക്രബാണ് അല്ലേ. നമ്മൾ ആദ്യം ഫേഷ്യൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യും. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറയാറുള്ളത് പോലെ നമുക്ക് കാച്ചാത്ത പാലെടുക്കുക, ക്ലെൻസ് ചെയ്യുക. ഓക്കെ, അത് നന്നായിട്ട് ഒരു ബൗളിലെടുത്ത് ഒരു കോട്ടൺ മുക്കി മുഖമെല്ലാം നന്നായിട്ട് തുടച്ച് നീക്കി കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ക്ലെൻസറായി. അത് കഴിഞ്ഞ് നമ്മൾ സ്ക്രബാണ്. സ്ക്രബിന് നമ്മൾ യോഗട്ടിൻ്റെ തൈര്, നല്ല കട്ട തൈര് കേട്ടോ, അധികം പുളി വേണ്ട, പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 സ്പൂൺ അതെടുത്ത് 1 സ്പൂൺ റൈസ് പൗഡർ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 5 തുള്ളി ലെമൺ ജ്യൂസ്. പിന്നെ റൈസ് പൗഡർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, സ്കിൻ നല്ല ഗ്ലോ കിട്ടും. പിന്നെ ലെമൺ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി ധാരാളമുണ്ട്, സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും കോളജന് ബൂസ്റ്റ് ചെയ്യുന്നതിനും, പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ലെമണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് പൗഡറും 1 സ്പൂണും ലെമൺ ഒരു 5 തുള്ളി എടുത്ത് അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പിന്നെ തൈര്, കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈര് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മുഖം മസാജ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കോഫി പൗഡർ 1/2 സ്പൂൺ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്. കോഫി പൗഡർ നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്. അതുകൊണ്ട് കോഫി പൗഡർ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിട്ട് നമുക്ക് മസാജ് ചെയ്യാം. മസാജ് ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ വെച്ച് അത് തുടച്ച് കളയണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ നമുക്ക് മസാജാണ്. മസാജിന് നമ്മൾ അലോവേറ ജെല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ സൺ ഡാമേജ്, മുഖത്തെ കരുവാളിപ്പ് പോകുന്നതിന് ഏറ്റവും നല്ലതാണ് അലോവേറ ജെല്ലും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈരും അതുപോലെ 1 സ്പൂൺ തേനും. അപ്പോൾ തേനെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കാൾസൊക്കെ ഡിമ്മാവുന്നതിനും അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങൾ, പിന്നെ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ് ഈ തേനും ലെമനും ഒക്കെ, നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് തേൻ്റെ. ഞാൻ ഓൾറെഡി തേൻ്റെയും ലെമണിൻ്റെയും കോഫി പൗഡർ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഇനി എടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടി അലോവേറ ജെല്ലും പിന്നെ കട്ടത്തൈരും അതുപോലെ തന്നെ തേനും കേട്ടോ, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതെടുത്ത് നമ്മളൊരു 8 മിനിറ്റ് നേരം മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്വേഡ് മസാജ് ചെയ്യണം, വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം. കണ്ണിൻ്റെ ആ വശങ്ങളിലൊക്കെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യണം. ഓൾറെഡി മസാജിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്,
കാണാത്തവർ തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങളെടുത്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അപ്വേഡ് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് എടുക്കാം. കൈ ചൂടാവുന്നുണ്ടെങ്കിൽ ഐസ് എടുത്ത് ഒരു 8 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. അത് നന്നായിട്ട് തുടച്ച് നീക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ അധികം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്റ്റീം കൊടുക്കേണ്ടവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കോട്ടൺ പിന്നെ ചൂടുവെള്ളത്തിൽ മുക്കി മുഖത്ത് ഇട്ട് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമുക്കത് കളയാം കേട്ടോ. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അധികം ഉള്ളവർ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ നമുക്ക് ലേഡി സ്റ്റോഴ്സിലൊക്കെ കിട്ടും. അത് വാങ്ങി വെക്കണം, നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റീം നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് ഇതെല്ലാം നമുക്ക് പിന്നെ എടുത്ത് കളയാം. അതല്ലെങ്കിൽ ഒരു കോട്ടൺ ചൂടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തിളച്ച വെള്ളത്തിലോട്ട് കോട്ടൺ ഇട്ട് പിഴിഞ്ഞ് നമ്മുടെ തോർത്തായാലും മതി, മുഖത്തൊന്ന് വെച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് എഴുന്നു വരും. എന്നിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് പൊക്കോളും കേട്ടോ. ഇത് മസാജിന് മുന്നാണ് ഇത് ചെയ്യേണ്ടത്, സ്ക്രബ് കഴിഞ്ഞിട്ട് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കൊന്ന് മിസ്സായതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാക്കാണ് അല്ലേ. പാക്കിന് നമുക്ക് പിന്നെ കട്ടത്തൈര്, പുളിയില്ലാത്ത കട്ടത്തൈര് 1 സ്പൂൺ, മുൾട്ടാണി മിട്ടി കേട്ടോ. മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പലരും പറയാറുണ്ട് ഈ മുൾട്ടാണി മിട്ടി ഡ്രൈ സ്കിന്നിന് ചേരുമെന്നൊക്കെ. ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണ് മുൾട്ടാണി മിട്ടി. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാവിധമായ വിഷാംശങ്ങളാണെങ്കിലും അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിലും എല്ലാത്തിനും, സുഷിരങ്ങളിലൊക്കെ ക്ലീൻ ആക്കുന്നതിനും എല്ലാത്തിനും ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കാണ് മുൾട്ടാണി മിട്ടി. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ ആ പാക്ക് ഇട്ടാൽ മതി. അത് പൊടിച്ചിട്ട് അതിലേക്ക് യോഗർട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. ഇനി അതില്ല, നിങ്ങളുടെ കയ്യിൽ മുൾട്ടാണി മിട്ടി ഇല്ലെങ്കിൽ നമുക്ക് മസൂർ ഡാൽ എടുക്കാം. ഓക്കെ, മസൂർ ഡാൽ നല്ല ഒന്നാന്തരം പാക്കായിട്ട് ഉപയോഗിക്കാം. അതിന് നമുക്ക് ഒരു പിടിയെടുത്ത് നമുക്കത് വെള്ളത്തിലിടാം. വെള്ളത്തിലിട്ട് അത് അരച്ചെടുക്കണേ. മിക്സിയിലെങ്ങാനും നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് യോഗർട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. അധികം അങ്ങ് ഡ്രൈ ആവണ്ട. ഇത് ഡ്രൈ ആവാൻ സമയമെടുക്കുക. അതുകൊണ്ട് നിങ്ങളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുക. ഈ ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന്, പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് മുഖം ക്ലീൻ ആവും. പ്രത്യേകിച്ച് നമ്മൾ യോഗർട്ട് ബ്ലീച്ചും കൂടെ ഇടണമെങ്കിൽ എടുത്ത് പറയേണ്ട ഗുണം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈസ്റ്റൊക്കെ ചിലവർക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട. ഇത് ഉപയോഗിച്ചവരൊക്കെ, ഞാൻ ഈ ബ്ലീച്ചിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും കരിവാളിപ്പ് പോകുന്നതിനും സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ ആവുന്നതിനും ടോണിങ് കിട്ടും, നറിഷിങ് കിട്ടും, എല്ലാം കിട്ടുന്ന നല്ല ഒന്നാന്തരം ഫേഷ്യലാണ് യോഗർട്ട് ഫേഷ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.